നമസ്കാരം. പത്തനംതിട്ട നഗരത്തിലെ ബാറിൽ നിന്നിറങ്ങിയ യുവാവിന്റെ പരാക്രമം തെരുവ് നായയോട്. അടിച്ച സാധനം തലയ്ക്ക് പിടിച്ചു ശനിയാഴ്ച രാത്രിയാണ് യുവാവ് പരാക്രമം നടത്തിയത്. ഇതിന് പിന്നാലെ ഉണ്ടായ സംഭവം വലിയൊരു ആക്രമണത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. പരാക്രമം നായയോടാകാമെന്ന് കരുതി ആദ്യം കാൽ മടക്കി തൊഴിച്ചു. പിന്നെ ആക്രമണം കളരി ചുവടിലേക്ക് മാറ്റി. എല്ലാം കണ്ട് മൗനത്തോടെ നോക്കി നിന്ന നായയെ കാലിൽ തൂക്കിയെടുത്തു. പിന്നെ നൊടിയിടയിൽ നിലത്തടിച്ചു. കരഞ്ഞുകൊണ്ട് പിടഞ്ഞെഴുന്നേറ്റ് ഓടിയെങ്കിലും നായ മര്യാദ വിട്ടില്ല. ഒന്ന് കടിക്കുകയോ മാന്തുകയോ പോലും ചെയ്തില്ല. ഉടൻ തന്നെ ഇയാൾ KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിലെത്തി റോഡിൽ നിന്ന് കൈകൾ വീശി ആവേശം കൊണ്ട് അലറി വിളിച്ചു. പക്ഷേ ആഹ്ലാദം അധിക നേരം നീണ്ടു നിന്നില്ല. നിമിഷ നേരങ്ങൾ കൊണ്ട് അത് സംഭവിക്കുകയായിരുന്നു. എന്താണെന്ന് തിരിച്ചറിയും മുൻപ് തന്നെ അക്രമി അടുത്തുള്ള തട്ടുകടയുടെ മേശപ്പുറത്തേക്ക് തെറിച്ചു വീഴുന്ന കാഴ്ചയായിരുന്നു. വെറും വീഴ്ചയായിരുന്നില്ല, നായയെ കാലിൽ പിടിച്ച് തൂക്കിയടിച്ചതുപോലെ തന്നെ തിരിച്ചടി. നായയുടെ ഉള്ള അതിക്രമം കണ്ടുനിന്ന രണ്ടുപേരായിരുന്നു ഇയാളെ കാലിൽ തൂക്കിയെടുത്ത് മേശപ്പുറത്തടിച്ചത്. ഇതോടെ തട്ടുകടയിലാകെ ബഹളമായി. കഴിക്കാനിരുന്നവരൊക്കെ ചമ്മന്തിയിലും സാമ്പാറിലും കുളിച്ചു. പ്രശ്നം കൂട്ടയടിയുടെ വക്കിലേക്കെത്തി. നായയെ തല്ലിയാളെ വീണ്ടും തല്ലാനൊരുങ്ങിയവരെ കണ്ടുനിന്നവർ തടഞ്ഞു. കാരണം അയാൾ മേശയ്ക്കും കസേരയ്ക്കും ഇടയിൽ കരയിൽ കുതിർന്ന് അത്രയ്ക്കും അവശനായി വീണ് കിടക്കുകയായിരുന്നു. അപ്പോഴേക്കും വിവരമറിഞ്ഞ് പോലീസും അവിടേക്കെത്തി. മദ്യപാനിയെ തല്ലിയവരെ പിടിച്ച് നായയെ നിലത്തടിച്ചവനെ തിരഞ്ഞുവെങ്കിലും ഇയാൾ പെട്ടെന്ന് അപ്രത്യക്ഷനായി. പിന്നീട് കാണുന്നത് തട്ടുകടയിലെ ചമ്മന്തിയുടെ തൊട്ടി തലയിൽ കമിഴ്ത്തി റോഡിലൂടെ ഓടുന്നതാണ്. പിന്തുടർന്നുവെങ്കിലും ഇരുട്ടത്തേക്ക് കയറിപ്പോയ അയാളെ കിട്ടിയില്ല. തൊട്ടി, മേശ, ചമ്മന്തി, സാമ്പാർ എല്ലാത്തിനും നഷ്ടപരിഹാരം വേണമെന്ന് തട്ടുകട ഉടമ നിർബന്ധം പിടിച്ചതോടെ യുവാവിനെ കാലിൽ തൂക്കിയടിച്ചവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാർട്ടി പ്രവർത്തകരാണെന്നൊക്കെ പറഞ്ഞുവെങ്കിലും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. തട്ടുകടയിലുള്ളവരെ നഷ്ടപരിഹാരങ്ങൾക്ക് ധാരണയാക്കിയാണ് വിട്ടതെന്നാണ് വിവരം. അടി തുടങ്ങി വച്ച ശേഷം തൊട്ടിയുമായി ഓടിയ ആളെപ്പറ്റി പിന്നെ ഒരു അറിവുമില്ല. ഇതിനിടെ തന്നെ മറ്റു ചില സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മരം വെട്ടുന്നതിടെ മരത്തിൽ കുടുങ്ങിയ ആൾ മരിച്ചു. മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് 18-ാം വാർഡ് കാട്ടൂർ പള്ളുരുത്തിയിൽ പരേതനായ ഫസ്കാലിന്റെ മകൻ എബ്രഹാമാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിക്ക് കാട്ടൂർ കൃഷിഭവന് കിഴക്ക് ഭാഗത്ത് കണ്ടനാട് വീട്ടിൽ മാർഷലിന്റെ പുരയിടത്തിൽ വച്ചായിരുന്നു അപകടം. മാർഷലിന്റെ പുരയിടത്തിൽ നിന്ന മരത്തിന്റെ ശിഖരം കഴിഞ്ഞ ദിവസത്തെ ശക്തമായ കാറ്റിൽ ഒടിഞ്ഞിരുന്നു. ഇത് താഴെ പതിക്കാത്തതിനാൽ മുറിക്കാനായിരുന്നു എബ്രഹാം എത്തിയത്. ഒടിഞ്ഞു തൂങ്ങിയ ശിഖരം മുറിക്കുന്നതിന് തടസ്സമായി നിന്ന അക്കീഷ്യ മരത്തിന്റെ ശിഖരം മുറിക്കുന്നതിനിടെയായിരുന്നു അപകടം. മുറിച്ച മരം പിളർന്ന് എബ്രഹാം ഉള്ളിൽ അകപ്പെടുകയായിരുന്നു. ഇതിനിടെ മറ്റൊരു റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. മൃഗശാലയിലെ ജീവനക്കാരനെ കടുവ ആക്രമിച്ചു. കൂട് വൃത്തിയാക്കുന്നതിനിടെയാണ് സംഭവം. സൂപ്പർവൈസർ രാമചന്ദ്രനാണ് പരിക്കേറ്റിരുന്നത്. രാമചന്ദ്രനെ കഴിഞ്ഞ ദിവസം തന്നെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. വയനാട് നിന്നും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്ന 6 വയസ്സുള്ള ബബിത എന്ന പെൺകടുവയാണ് ആക്രമിച്ചത്. നെറ്റിയിലായാണ് പരിക്കേറ്റത്. ബക്കറ്റിലെ വെള്ളം മാറ്റുന്നതിനിടെ കൂടിനകത്തുകൂടി കൈകൊണ്ട് അടിക്കുകയായിരുന്നു എന്ന് മൃഗശാല സൂപ്രണ്ട് മഞ്ജു ദേവി പറഞ്ഞു. അപ്രതീക്ഷിത ആക്രമണമായിരുന്നു. കടുവ ഓടി വരുമെന്ന് ജീവനക്കാരൻ പ്രതീക്ഷിച്ചില്ല. നെറ്റിക്കാണ് പരിക്ക്, സാരമുള്ള പരിക്കല്ലെന്നും സൂപ്രണ്ട് വ്യക്തമാക്കി.